മിഅ്റാജിൻ്റെ യാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. അതിൽ ചിലത്: കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ അരികിലൂടെ പ്രവാചകർ സഞ്ചരിച്ചു. അവർ വിളവെടുത്തു കഴിഞ്ഞാൽ ആ കൃഷി വീണ്ടും പഴയ രൂപത്തിലാകുന്നു. അവരെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഹാഉലാഇൽ മുജാഹിദൂൻ, അവർ യുദ്ധം ചെയ്തവരാണ്. മറ്റൊരു വിഭാഗം, അവർ പാറക്കല്ല് കൊണ്ട് അവരുടെ തലകളെ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നു. പൊട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും തലകൾ പഴയ രൂപത്തിലാകുന്നു, വീണ്ടും അത് ആവർത്തിക്കുന്നു. അവരെക്കുറിച്ച് പറഞ്ഞത് നിസ്കാരം വലിയ ഭാരമായി കണ്ട് നിസ്കരിക്കാതെ ഇരുന്നവരാണ്. മറ്റൊരു വിഭാഗം ആളുകൾ, അവരുടെ ഔറത്തുകളിൽ കഷ്ണം വയ്ക്കപ്പെട്ടിട്ടുണ്ട്, കഷ്ണം വെച്ച് തുണികൾ വെച്ച് മറയ്ക്കുന്നത് പോലെ, അതുപോലെ കന്നുകാലികൾ മേയുന്നത് പോലെ അവർ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ മറുപടി ജിബ്രീൽ പറഞ്ഞത് സക്കാത്ത് വീട്ടാത്തവരാണ്. മറ്റൊരു വിഭാഗം, അവർ വേവിച്ച നല്ല മാംസം കഴിക്കാൻ അവരെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ വേവിക്കാത്ത മോശപ്പെട്ട പച്ച ദുർഗന്ധം വമിക്കുന്നതാണ് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അവരെക്കുറിച്ച് പറഞ്ഞു, അവർ വ്യഭിചാരികളാണ്. അതേ, സ്വന്തം ഭാര്യയുണ്ടായിട്ട് മോശപ്പെട്ട പെണ്ണിന് കൂടെ പ്രഭാതം വരെ അന്തിയുറങ്ങുന്ന പുരുഷനും, സ്വന്തം ഭർത്താവുണ്ടായിട്ടും പ്രഭാതം വരെ ദുഷിച്ച മനുഷ്യരുടെ കൂടെ അന്തിയുറങ്ങുന്ന സ്ത്രീകളെയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ദുറുൽ മൻസൂറിൽ കാണാം. മറ്റൊരു വിഭാഗം, അവരുടെ നാവുകളും ചുണ്ടുകളും മുറിക്കപ്പെട്ടാൽ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുന്നു. അവരെക്കുറിച്ച് പറഞ്ഞത്, ഇവർ പ്രശ്നക്കാരായ പ്രാസംഗികരാണ്, പ്രസംഗം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഒന്നുമില്ല. മറ്റൊരു വിഭാഗം, അവരുടെ വയറുകൾ വീടുകൾ പോലെയുണ്ട്, അവർ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വീണു പോകുന്നു. അവർ പലിശ ഭക്ഷിച്ചവരാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. മറ്റൊരു വിഭാഗം സ്ത്രീകളാണ്, അവരെ അവരുടെ മാറുകളോടുകൂടെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് വ്യഭിചാരികളായ സ്ത്രീകളാണ്. മറ്റൊരു വിഭാഗം, അവർ സ്വന്തം ശരീരഭാഗങ്ങളിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഭക്ഷിക്കുന്നു. അവരെക്കുറിച്ച് ജിബ്രീൽ പറഞ്ഞത് അവർ ഏഷണിക്കാരും കുറ്റം പറയുന്നവരുമാണ്.